നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. വികസനത്തിന് വഴിതെളിഞ്ഞു. MC റോഡ് ഭാഗം ഉൾപ്പെട്ട ദേശീയപാത 183 ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തു. കോട്ടയം മുതൽ പുളിക്കൽ കവല വരെയുള്ള നവീകരണത്തിന് തിങ്കളാഴ്ച സർവേ തുടങ്ങും. മഴ തുടരുന്നു. കോടിമത പുതിയ പാലത്തിന്റെയും അപ്രോച്ച് റോഡുകളുടെയും ടാറിംഗ് ജോലികൾ നീളുന്നു. കനത്ത മഴയിൽ വൈറ്റ് മിക്സ് മക്കാണ്ടം ഒലിച്ചുപോയി. ഓപ്പറേഷൻ തൂഫാൻ. കൊറിയർ വഴി എത്തിച്ച ഷെഡ്യൂൾ H മരുന്നുകളുമായി യുവാവ് പിടിയിൽ. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വിതരണം. പൊൻകുന്നം ശാന്തിഗ്രാം സ്വദേശി അമീർ ഖാൻ പിടിയിൽ. കോട്ടയം ജില്ലയിൽ കാലവർഷം കനത്തു. ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം. വരും ദിവസങ്ങളിൽ മഞ്ഞ അലർട്ട്. വാർത്തകൾ വിശദമായി. MC റോഡ് ഭാഗം ഉൾപ്പെട്ട ദേശീയപാത 183 ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തു. ഇതോടെ വികസനത്തിന് വഴിതെളിയും. കോട്ടയം മുതൽ പുളിക്കൽ കവല വരെയുള്ള ദേശീയപാത 183ന്റെ നവീകരണത്തിനായുള്ള സർവേ തിങ്കളാഴ്ച ആരംഭിക്കും. ചെങ്ങന്നൂർ മുതൽ കോട്ടയം നഗര കവാടം വരെയുള്ള MC റോഡ് ഉൾപ്പെട്ട കൊല്ലം ഡിണ്ടിഗൽ ദേശീയപാത 183 ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തു. നിലവിൽ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് കീഴിലായിരുന്നു റോഡ്. റോഡിന്റെ വികസനം, പരിപാലനം തുടങ്ങിയവയെല്ലാം ഇനി NHAIയുടെ ചുമതലയിലാകും. റോഡിന്റെ ഉടമസ്ഥത സംബന്ധിച്ച് കുറച്ചുകാലമായി ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും കേരളത്തിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ദേശീയപാത വിഭാഗമാണ് നടത്തുന്നത്. NHAIയുടെ കീഴിലേക്ക് റോഡ് എത്തുമ്പോൾ നിർമ്മാണം, പരിപാലനം തുടങ്ങിയവ NHAI നേരിട്ടാവും നടപ്പാക്കുക. കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ വരെയാണ് ദേശീയപാത 183. കേരളത്തിലെ കൊല്ലം മുതൽ കുമളി വരെയുള്ള 216 കിലോമീറ്ററും തമിഴ്നാട്ടിൽ കുമളി ചെക്ക് പോസ്റ്റ് മുതൽ ഡിണ്ടിഗൽ വരെയുള്ള 134 കിലോമീറ്ററും ഉൾപ്പെടെ ആകെ 350 കിലോമീറ്റർ ദൂരമാണ് റോഡ്. ചെങ്ങന്നൂർ ആഞ്ഞിലിമൂട് മുതൽ കോട്ടയം ഐഡ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് നിലവിലെ MC റോഡ് ഈ ദേശീയപാതയുടെ ഭാഗമാണ്. കോട്ടയം ഗാന്ധി സ്ക്വയർ മുതൽ കുമളി വരെ കോട്ടയം കുമളി റോഡാണ് ദേശീയപാതയായി മാറിയത്. കേന്ദ്ര സർക്കാർ അനുവദിച്ച 150 കോടി രൂപ ഉപയോഗിച്ച് കോട്ടയം മുതൽ പുളിക്കൽ കവല വരെയുള്ള ദേശീയപാത 183ന്റെ നവീകരണത്തിനുള്ള സർവേ തിങ്കളാഴ്ച തുടങ്ങും. അധികമായി സ്ഥലം ഏറ്റെടുക്കാതെ നിലവിലുള്ള റോഡ് 10 മീറ്റർ വീതിയിൽ ടാർ ചെയ്യാനാണ് പദ്ധതി. സർവേ പൂർത്തിയാക്കാൻ 9 അംഗ സർവേ ടീമിനെ നിയമിക്കാൻ ജില്ലാ കളക്ടർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തീരുമാനമായിരുന്നു. പുതിയ തീരുമാനം വരുന്നതിന് മുൻപ് അനുവദിച്ച തുകയാണ് 150 കോടി രൂപ. കൊല്ലം മുതൽ ചെങ്ങന്നൂർ വരെയുള്ള 54.37 കിലോമീറ്റർ 4 വരിപ്പാതയായി നവീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1663.15 കോടി രൂപ അനുവദിച്ചിരുന്നു. ചെങ്ങന്നൂർ മുതൽ കുമളി വരെയുള്ള ഭാഗം 4 വരിയായി നവീകരിക്കുന്നത് സംബന്ധിച്ച പഠനം നടത്തുന്നതിനായി പുതിയ കൺസൾട്ടൻസിയെ നിയമിക്കാൻ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മഴ കനത്തതോടെ കോട്ടയം കോടിമത പുതിയ പാലത്തിന്റെയും സമീപ പാതയുടെയും ടാറിംഗ് ജോലികൾ നീളുന്നു. വ്യാഴാഴ്ച മുതൽ അറ്റകുറ്റപ്പണി പ്രഖ്യാപിച്ചെങ്കിലും റോഡ് അടച്ചാൽ നഗരം ഗതാഗത കുരുക്കിലാകുമെന്നതായതോടെ അവസാന നിമിഷം ടാറിംഗ് ജോലികൾ മാറ്റിവെക്കുകയായിരുന്നു. മഴ കനത്തതോടെ MC റോഡിൽ കോടിമതയിലെ പുതിയ പാലത്തിന്റെയും അപ്രോച്ച് റോഡുകളുടെയും ടാറിംഗ് ജോലികൾ പ്രതിസന്ധിയിലായി. വ്യാഴാഴ്ച മുതൽ അറ്റകുറ്റപ്പണി ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും റോഡ് പൂർണ്ണമായും അടച്ചാൽ നഗരം ഗതാഗതക്കുരുക്കിലാകുമെന്ന് മനസ്സിലായതോടെ അവസാന നിമിഷം നിർമ്മാണം നിർത്തിവെക്കുകയായിരുന്നു. പുതിയ പാലത്തിന്റെ ടാറിംഗ് ജോലികൾ ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കിയ ശേഷം പഴയ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ തകരാർ പരിഹരിക്കുകയായിരുന്നു ലക്ഷ്യം. മഴ ഇനിയും തുടർന്നാൽ പുതിയ പാലത്തിന്റെ ടാറിംഗ് ജോലികൾ നീളുമെന്ന് അധികൃതർ പറയുന്നു. 15.49 ലക്ഷം രൂപയാണ് കോടിമത പുതിയ പാലം പണിയുന്നതിന് ചെലവായത്. 127.83 മീറ്റർ നീളവും ഫുട്പാത്ത് അടക്കം 12 മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത്. കോട്ടയത്തേക്കുള്ള ഭാഗത്ത് 140 മീറ്ററും ചങ്ങനാശ്ശേരിയിലേക്കുള്ള ഭാഗത്ത് 71 മീറ്ററുമാണ് അപ്രോച്ച് റോഡുകൾ. അപ്രോച്ച് റോഡിൽ മെറ്റലും മണലും ചേർത്ത് മിശ്രിതമായ വെറ്റ് മിക്സ് മക്കാടം ഇട്ട് ഉറപ്പിച്ചിരുന്നെങ്കിലും ടാറിംഗ് നടത്തിയിരുന്നില്ല. കനത്ത മഴയിൽ മിക്സ് പലയിടത്തും ഒലിച്ചുപോയിട്ടുണ്ട്. അപ്രോച്ച് റോഡിൽ BM ആൻഡ് BC ടാറിങ്ങും പാലത്തിൽ BC ടാറിങ്ങുമാണ് ചെയ്യേണ്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊറിയർ വഴി എത്തിച്ച ഷെഡ്യൂൾ H മരുന്നുകൾ ഓൺലൈനായി വരുത്തി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ കാഞ്ഞിരപ്പള്ളി പോലീസ് പിടികൂടി. പൊൻകുന്നം ശാന്തിഗ്രാം 8 വേലിൽ അമീർ ഖാൻ ESനെയാണ് പാഴ്സൽ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരിശോധനയിൽ 80 വയലുകൾ അടങ്ങിയ ഷെഡ്യൂൾ H മരുന്നുകളായാണ് പാഴ്സലിൽ ഉണ്ടായിരുന്നത്. ജിമ്മുകളിലും വടംവലി മത്സരങ്ങളിലും പങ്കെടുക്കുന്നവരെ ലക്ഷ്യമിട്ടായിരുന്നു മരുന്ന് വിതരണം. കാഞ്ഞിരപ്പള്ളി DYSP വിശാൽ ജോൺസന്റെ
മേൽനോട്ടത്തിൽ കാഞ്ഞിരപ്പള്ളി ഇൻസ്പെക്ടർ CK മനോജ് നേതൃത്വം നൽകിയ സംഘമാണ് പ്രതിയെ പിടിച്ചത്. കോട്ടയം ജില്ലയിൽ കാലവർഷം കനത്തു. അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കോട്ടയം ജില്ലയിൽ രാവിലെ മുതൽ വ്യാപകമായി മഴ പെയ്യുന്നു. കോട്ടയം ഉൾപ്പെടെ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലവിലുണ്ട്. അതിശക്തമായ മഴയെന്നത് 24 മണിക്കൂറിനിടെ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ ലഭിക്കാനുള്ള സാധ്യതയെന്നാണ് സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നിലവിലെ കാലാവസ്ഥാ സാഹചര്യം ശക്തമായ മഴയ്ക്ക് അനുകൂലമാണെന്നാണ് വിലയിരുത്തൽ. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കർണാടക തീരം വരെ സമുദ്രനിരപ്പിൽ തീരദേശ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. ഇതിനോടൊപ്പം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും വടക്കൻ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരപ്രദേശങ്ങൾക്ക് സമീപവുമായി ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിലാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടതെന്നും അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ ഇത് കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ചിറക്കടവിൽ നടന്നു. കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി K. ബേബി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ വിമുക്തി എന്ന ലഹരി വർജന മിഷനിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലതല ലഹരി വിരുദ്ധ ദിനാചരണം ചിറക്കടവിൽ നടന്നു. SRV NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ദിനാചരണം കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി K. ബേബി ഉദ്ഘാടനം ചെയ്തു. വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജ മോഹൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ, വാഴൂർ ബ്ലോക്ക് മെമ്പർ ജയശ്രീ വിജയകുമാർ, സ്കൂൾ ഹെഡ് മാസ്റ്റർ അനിൽകുമാർ AR, പൊൻകുന്നം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുരേഷ് PK, ജോയിന്റ് RTO ശ്രീജിത്ത്, സ്കൂൾ മാനേജർ N. ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ KSRTC ഡിപ്പോയിൽ ഡിജിറ്റൽ അനൗൺസ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് KSRTC ഡിപ്പോയിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു സംവിധാനം. വരവങ്ങാനം, ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, എരുമേലി, റാന്നിവഴി, പത്തനംതിട്ട. റെയിൽവേ സ്റ്റേഷൻ മാതൃകയിൽ ഡിജിറ്റൽ അനൗൺസ്മെന്റ് ഇനി പാലാ KSRTC ഡിപ്പോയിലും. കണ്ടക്ടർ KM അരുൺ വികസിപ്പിച്ച KSRTC ട്രംപറ്റ് ആപ്പിലൂടെയാണ് റെയിൽവേ സ്റ്റേഷനിലെ മാതൃകയിൽ വ്യക്തവും സമയബന്ധിതവുമായ ഡിജിറ്റൽ അനൗൺസ്മെന്റ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ KSRTC ഡിപ്പോകളിൽ ഇതാദ്യമായാണ് ഇങ്ങനെയൊരു സംവിധാനം. പാലാ ഡിപ്പോയിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളുടെ റൂട്ടുകളും പ്രധാന സ്റ്റോപ്പുകളും ആപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിപ്പോയിലെ സൗണ്ട് സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ആപ്പിൽ ബന്ധപ്പെട്ട സർവീസിൻ്റെ ലക്ഷ്യസ്ഥാനം തിരഞ്ഞെടുക്കുമ്പോൾ ഗൂഗിൾ വോയിസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ബസ്സിൻ്റെ റൂട്ടും പ്രധാന വിവരങ്ങളും വ്യക്തമായി അനൗൺസ് ചെയ്യും. ഇതിലൂടെ ബസ്സുകളുടെ വിവരങ്ങൾ അറിയാൻ എളുപ്പത്തിൽ കഴിയും. യാത്രക്കാരുള്ള ആശയക്കുഴപ്പവും കുറയും. പഠിച്ചത് പോളിടെക്നിക്കായിരുന്നു, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നിലവിലെ SM-ന് ജോലിഭാരം വളരെ കൂടുതലാണ്. നിലവിൽ ഉണ്ടായിരുന്ന എൻക്വയറി പോസ്റ്റൊക്കെ എടുത്തു കളഞ്ഞുകൊണ്ട് ഇവിടെ ഒരാൾ തന്നെയാണ് എൻക്വയറി, അനൗൺസ്മെൻറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പം അവരുടെ ജോലിഭാരം കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. ഏകദേശം 1 മാസത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്. സ്വന്തമായിട്ടാണ് ചെയ്തെടുത്തതാണ്. യാത്രക്കാർക്ക് ഒരുപാട് നല്ല കാര്യമാണ്. അത് വ്യക്തമായ അനൗൺസ്മെൻ്റ് ആണ്. എല്ലാ തെറ്റിപ്പോകാതെ എല്ലാ റൂട്ടും നമുക്ക് കറക്റ്റായിട്ട് തന്നെ അനൗൺസ് ചെയ്യാൻ പറ്റും. ചേർത്തിരിക്കുന്നത് ബേസിക് ആൻഡ്രോയിഡ് ആപ്പാണ്. ഗൂഗിളിൻ്റെ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. KSRTCയിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കമ്പ്യൂട്ടർ ടെക്നീഷ്യനായി പ്രവർത്തിച്ചിരുന്ന KM അരുൺ കഴിഞ്ഞ 11 വർഷമായി കണ്ടക്ടറായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. തൻ്റെ സാങ്കേതിക വൈദഗ്ധ്യം പൊതുഗതാഗത സേവനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിൽ പ്രയോജനപ്പെടുത്തിയതോടെയാണ് ഈ സംവിധാനം യാഥാർത്ഥ്യമായത്. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ യാത്രാനുഭവം ഒരുക്കുന്ന ഈ മാതൃക മറ്റ് KSRTC ഡിപ്പോകളിലേക്കും വ്യാപിപ്പിക്കാനാവുന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാരും യാത്രക്കാരും. ന്യൂസ് ബ്യൂറോ, പാലാ. KCEU കോട്ടയം ജില്ലാ സെക്രട്ടറിയായിരുന്ന TN ഗിരീഷ് കുമാറിന് കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സജികുമാർ അധ്യക്ഷനായി. VG ലാൽ, അഡ്വക്കേറ്റ് ഗിരീഷ് S നായർ, D ബൈജു, B സുരേഷ് കുമാർ, D സേതുലക്ഷ്മി, VD രജികുമാർ, PK ബാബുലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം ജയിച്ചു. അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി, ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, ഗ്രാമപഞ്ചായത്തായി, മെമ്പറായി, പ്രസിഡന്റായി. ഇങ്ങനെ കടന്നു വരുന്നത് മറ്റൊരു മുൻഗാമിയാണ് ഗിരീഷ് S നായർ. അദ്ദേഹത്തിൻ്റെ മാതൃക തന്നെ പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഗിരീഷ് മുന്നോട്ട് വന്നപ്പോൾ പൊതുപ്രവർത്തകർക്കും ജീവനക്കാർക്കും യഥാർത്ഥത്തിൽ ഒരു മാതൃകയായി ഒരാളെ പറയാൻ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരാളാണ് നമ്മുടെ TN ഗിരീഷ് കുമാർ എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അദ്ദേഹം അത്രത്തോളം
പൊതുരംഗത്തും ജീവനക്കാരൻ നൽകുന്നതിലും എല്ലാ നിലയിലും അദ്ദേഹത്തിൻ്റെ സേവനം ഈ സമൂഹത്തിന് ലഭിച്ചിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വികസനത്തിന് വഴിതെളിഞ്ഞു. MC റോഡ് ഭാഗം ഉൾപ്പെട്ട ദേശീയപാത 183 ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തു. കോട്ടയം മുതൽ പുളിക്കൽ കവല വരെയുള്ള നവീകരണത്തിന് തിങ്കളാഴ്ച സർവേ തുടങ്ങും. മഴ തുടരുന്നു. കോടിമത പുതിയ പാലത്തിന്റെയും അപ്രോച്ച് റോഡുകളുടെയും ടാറിംഗ് ജോലികൾ നീളുന്നു. കനത്ത മഴയിൽ വൈറ്റ് മിക്സ് മക്കാണ്ടം ഒലിച്ചുപോയി. ഓപ്പറേഷൻ തൂഫാൻ കൊറിയർ വഴി എത്തിച്ച ഷെഡ്യൂൾ H മരുന്നുകളുമായി യുവാവ് പിടിയിൽ. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വിതരണം. പൊൻകുന്നം ശാന്തിഗ്രാം സ്വദേശി അമീർ ഖാൻ പിടിയിൽ. കോട്ടയം ജില്ലയിൽ കാലവർഷം കനത്തു. ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം. വരും ദിവസങ്ങളിൽ മഞ്ഞ അലർട്ട്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.